നമസ്കാരം, ഞാൻ ജോബിൻ സൂപ്പർ നോട്ട്സിലേക്ക് സ്വാഗതം. മക്കളെ, 10th ലെവൽ പ്രിലിംസിന്റെ 3 ഘട്ടങ്ങൾ കഴിഞ്ഞു. 1, 3, 4 ഘട്ടങ്ങൾ കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടത്തെ പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിയും ഓഗസ്റ്റ് മാസത്തിൽ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 3 സ്റ്റേജ് പരീക്ഷകൾ കഴിഞ്ഞപ്പോൾ എത്ര മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്? ആരൊക്കെയാണ് മെയിൻസ് എക്സാമിന് പഠിച്ചു തുടങ്ങേണ്ടത്? അപ്പോൾ ഇവിടെ ഒരു അനിശ്ചിതത്വം നിങ്ങളുടെ മനസ്സിൽ കാണും. മെയിൻസിന് പഠിച്ചു തുടങ്ങണോ? പരീക്ഷ എളുപ്പമായി പോയോ, പരീക്ഷ പാടായി പോയോ എന്നൊക്കെയുള്ള ഒരു അനിശ്ചിതത്വം കാണും. അപ്പോൾ നിങ്ങളുടെ ഒന്നുകൂടി മെയിൻസിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു പ്രഡിക്ഷൻ, കട്ട് ഓഫ് പ്രഡിക്ഷൻ എന്ന് കണക്കാക്കേണ്ട, പകരം വരാൻ സാധ്യതയുള്ളൊരു റേഞ്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇത് പല കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റ്, അതിലെ നിയമനങ്ങൾ, അതേപോലെ തന്നെ നിലവിലത്തെ പരീക്ഷയുടെ ഡിഫിക്കൽട്ടി ലെവല്, ദെൻ പരീക്ഷ എഴുതിയവരുടെ എണ്ണം, ഇനി അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള നമ്മുടെ നിലവിലത്തെ ക്വസ്റ്റ്യൻ്റെ അളവ്, അതിൻ്റെ ഒരു സാധ്യത, ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രഡിക്ഷൻ പറയുന്നത്. അപ്പം പൂർണ്ണമായിട്ടും ഇതൊരു പ്രഡിക്ഷൻ എന്നതിനേക്കാൾ അപ്പുറം പഠിച്ചു തുടങ്ങാനുള്ള, മെയിൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പം അതിനെ ആ രീതിയിൽ കാണാനായിട്ട് ശ്രമിക്കാം. അതിലാർക്കും ബുദ്ധിമുട്ട് തോന്നരുത് എന്നുകൂടി പറഞ്ഞുകൊണ്ട്, ഒരു ഡിസ്ക്ലെയിമർ കൂടി പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാസ്റ്റ് റാങ്ക് ലിസ്റ്റാണ്. LGS, നമ്മുടെ കമ്പനി ബോർഡ് LGS റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ 3064 പേർക്കാണ് നിലവിൽ അഡ്വൈസ് പോയിട്ടുള്ളത്. നിലവിൽ 3064 പേർക്ക് എന്ത് പോയിട്ടുണ്ട്? അഡ്വൈസ് പോയിട്ടുണ്ട്. ഓക്കെ, കട്ട് ഓഫ് ആയിട്ട് വന്നത് 75.54 ആണ്. അതായത് 75.54 എന്ന് പറയുന്ന കട്ട് ഓഫ് ക്ലിയർ ചെയ്തവർക്ക് എന്തെഴുതാമായിരുന്നു? മെയിൻസ് എഴുതാമായിരുന്നു. ഈ 75 കട്ട് ഓഫ് വന്നിട്ടും 58,000 പേരാണ് അന്ന് മെയിൻസ് എക്സാം എഴുതിയത്. ഈ എണ്ണത്തിൽ ഇപ്രാവശ്യം വലിയ കുറവ് വരാൻ സാധ്യതയില്ല. 58,000-ഓളം ആളുകളെ വീണ്ടും ഉൾപ്പെടുത്തണം. കാരണം 3064 വേക്കൻസികൾ ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പൊ ഇതിന് അനുവാദമായിട്ടാണല്ലോ ഇനി എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നിലവിലത്തെ ഡിഫിക്കൽട്ടി ലെവലിൽ കൂടി പരിഗണിക്കണം. ഇത് 2021 നോട്ടിഫിക്കേഷനിൽ നടന്ന പരീക്ഷയാണ്. മക്കളെ, ഇതിന്റെ നിലവാരം വളരെ താഴെയായിരുന്നു. 2021 നോട്ടിഫിക്കേഷൻ പ്രകാരം നടത്തിയ പരീക്ഷ നിലവാരം വളരെ താഴെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ, പല സ്റ്റേജുകളിലും ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാധ്യത വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ത് ചെയ്തു? കൂടി. 58,000 പേര് ആ കട്ട് ഓഫിൽ ക്ലിയർ ചെയ്യുകയും ചെയ്തു, മെയിൻസ് എക്സാം എഴുതാൻ യോഗ്യത നേടുകയും ചെയ്തു. ഇനി ബെവ്കോ LD വന്നാൽ 288 അഡ്വൈസുകളാണ് നിലവിൽ പോയിട്ടുള്ളത്. ലാസ്റ്റ് കട്ട് ഓഫ്, പ്രിലിംസിന്റെ കട്ട് ഓഫ് 80.33 ആയിരുന്നു. 80.33 കട്ട് ഓഫ് വന്നിട്ടും 38,000-ഓളം ആളുകൾ എന്ത് ചെയ്തു? മെയിൻസിന് വേണ്ടി യോഗ്യത നേടി. അപ്പൊ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അന്നത്തെ പരീക്ഷയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അന്നത്തെ പരീക്ഷയുടെ നിലവാരം വളരെ താഴെയായിരുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഇനി ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം മക്കളെ. ഈ കഴിഞ്ഞ 3 സ്റ്റേജുകൾ, സ്റ്റേജ് 1, സ്റ്റേജ് 3, സ്റ്റേജ് 4, ഈ 3 പരീക്ഷകളുടെ ഡിഫിക്കൽട്ടി ലെവൽ പരിശോധിച്ചാൽ സ്റ്റേജ് 1ന്റെ എക്സാം കമ്പാരിറ്റീവ്ലി ടഫ് ആണ് എന്ന് പറയേണ്ടി വരും. അതായത് സ്റ്റേജ് 3യെയും 4നെയും കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി പ്രയാസമുള്ള ഒരു സ്റ്റേജ് ഏതായിരുന്നു? അത് സ്റ്റേജ് 1 ആയിരുന്നു. സ്റ്റേജ് 3യും സ്റ്റേജ് 4ഉം 1നെ അപേക്ഷിച്ച് ആവറേജ് ആയിട്ടുള്ള പേപ്പറുകളായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയല്ലേ? അതായത് അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് നന്നായി മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന പേപ്പർ ആയിരുന്നു 3, 4 സ്റ്റേജുകളിൽ തന്നത്. സ്റ്റേജ് 1 അത്യാവശ്യം ടഫ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നോർമലൈസേഷൻ കിട്ടുക ആർക്കായിരിക്കും? നോർമലൈസേഷന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ പോകുന്ന ആർക്കായിരിക്കും? അത് സ്റ്റേജ് 1ലുള്ള ആളുകൾക്കാണ്. ഞാൻ ഈ പറയുമ്പോൾ സ്റ്റേജ് 3യും 4ഉം എന്താ രണ്ടാം കിട്ടിലേതാണോ, അല്ലെങ്കിൽ സ്റ്റേജ് 3ക്കും 4നും മാർക്ക് എന്താ പ്രയാസം കൂടുതലല്ലേ നിങ്ങൾക്ക് തോന്നും. പക്ഷേ യാഥാർത്ഥ്യം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, മറച്ചു പിടിക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് 1നെ അപേക്ഷിച്ച് 3ഉം 4ഉം. 1 അത്യാവശ്യം നല്ല പ്രയാസമുള്ളതാണ്. അപ്പൊ നോർമലൈസേഷന്റെ അഡ്വാൻറ്റേജ് കിട്ടാൻ സാധ്യത കൂടുതൽ ആർക്കാ? 1ാമത്തെ സ്റ്റേജുകാർക്കാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം പ്രൊവിഷണൽ കീയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഫൈനൽ കീ വരുമ്പോൾ ഡിലീഷൻസ് കൂടി നോക്കിയിട്ട് ഈ മാർക്ക് റേഞ്ചിലൊക്കെ ചിലപ്പോൾ മാറ്റം വന്നേക്കാം. പക്ഷെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു സേഫ് സ്കോർ ആണ് ഞാൻ പറയുക. ഇവിടെ 3ും 4ും സ്റ്റേജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മാത്സ് എടുത്താൽ മാത്സ് പരിഗണിക്കുമ്പോൾ 20 ചോദ്യങ്ങളാണ്. പക്ഷെ 3 സ്റ്റേജുകളിലും മാത്സ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. ഒരു 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റേണ്ടതാണ്. 3, 4 സ്റ്റേജിലേക്ക് വരുമ്പോൾ അത് 18+ പോയാൽ അത്ഭുതമില്ല, വാങ്ങാൻ പറ്റുന്നതാണ്. നമുക്ക് 15 എന്ന് കണക്കാക്കാം. ഇനി നിങ്ങൾ GK വരുമ്പോൾ 80 ചോദ്യങ്ങളുണ്ട്. അത്യാവശ്യം പഠിച്ചിട്ട് പോയ, ഒരു ആവറേജ് ഒക്കെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 50 മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ്. നന്നായി പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ 60+ പോയാലും നമുക്ക് അയാളെ ഒന്നും പറയാൻ കഴിയില്ല, അത്യാവശ്യം വാങ്ങാൻ കഴിയുന്ന ഒരു പേപ്പറാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പം സ്വാഭാവികമായിട്ടും ഒരു 65 മാർക്ക് സ്കോർ ചെയ്യേണ്ടതാണ് അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഒരു 60+ലേക്കൊക്കെ പോവേണ്ടതാണ്.
ഇവിടെ ഒരു റേഞ്ച് എന്ന് പറയാൻ കഴിയുന്നത്, അതായത് സേഫ് സ്കോർ ആയിട്ട് കമ്പനി ബോർഡ് LGSന്റെ മെയിൻസിന് വേണ്ടിയും അല്ലെങ്കിൽ ബെപ്കോ LDയുടെ മെയിൻസിന് വേണ്ടിയൊക്കെ പഠിച്ചു തുടങ്ങാനുള്ള ഒരു മാർഗ് റേഞ്ച് എന്ന നിലയിൽ സമീകരിച്ച് പറയുകയാണെങ്കിൽ 3 സ്റ്റേജും കൂടെ പറയുകയാണെങ്കിൽ മക്കളെ 65+ ആണ് എങ്കിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു 65, 70 എന്ന റേഞ്ചിലേക്കൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ അതിലും താഴോട്ട് മാർക്ക് റേഞ്ച് ഉള്ളവർക്ക് കൂടി പഠിച്ചു തുടങ്ങാനായിട്ട് പറ്റിയേക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി പഠിച്ചു തുടങ്ങാനായിട്ട് നിങ്ങൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യരുത്, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കമ്പനി ബോർഡ് LGS മെയിൻസ് ആയിക്കോട്ടെ, ബെപ്കോ LD മെയിൻസ് ആയിക്കോട്ടെ, ഇതിന് രണ്ടിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബാച്ച് ഓഗസ്റ്റ് മാസം 10-ാം തീയതി ആരംഭിക്കുകയാണ്. രണ്ടിൻ്റെയും ബാച്ച്, കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ച് ആയിക്കോട്ടെ, ബെപ്കോ LDയുടെ മെയിൻസ് ബാച്ച് ആയിക്കോട്ടെ, നമ്മൾ ഓഗസ്റ്റ് മാസം 10-ന് ആരംഭിക്കുകയാണ്. കമ്പനി ബോർഡ് LGSന്റെ മെയിൻസ് ബാച്ചിന് 1299 രൂപയാണ് ഫീസ് വരിക. ബെപ്കോ LDയുടെ മെയിൻസ് ബാച്ചിന് 1499 രൂപയാണ് ഫീസ് വരിക. ഓക്കെ, കമ്പനി ബോർഡ് LGS ആണെങ്കിൽ 1299, ബെപ്കോ LD മെയിൻസ് ബാച്ച് ആണെങ്കിൽ 1499 രൂപയുമാണ് ഫീസ് വരുന്നത്. ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് 8281223366 നമ്പറിലേക്ക് വിളിക്കാം. 8281223366 നമ്പറിലേക്ക് വിളിക്കാം. ഇല്ലെങ്കിൽ താഴെ ഫസ്റ്റ് കമന്റ് ബോക്സ് ആയിട്ട് ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം. അപ്പോൾ അതിലൂടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നേരിട്ട് ആപ്പിൽ കയറി പർച്ചേസ് ചെയ്താലും മതി. ഇത് നിങ്ങൾ VFA എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ VFAയുടെ ബാച്ച് അവൈലബിൾ ആണ്. 999 ആണ്, 3499 രൂപയുടെ ബാച്ചാണ്. അതിപ്പോൾ 999 രൂപയ്ക്ക് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2499 രൂപ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ നിലവിൽ ആ ബാച്ച് ഉള്ളത്. എക്സാം അടുത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓഫർ ഇട്ടത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ബാച്ചിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് പറ്റും. അപ്പം VFAക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പം നല്ലൊരു അവസരം നിങ്ങളുടെ മുന്നിലുണ്ട്. അത് ആലോചിച്ച് സമയം കളയണ്ട. ഈ മാർക്ക് റേഞ്ച് ഉണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എന്ത് ചെയ്തോളുക, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. അപ്പോൾ ഫൈനൽ കീയും കൂടെ വന്നതിന് ശേഷം മറ്റ് അനാലിസിസുകൾ നമുക്ക് നടത്താം. ഇനിയും ഒരു സ്റ്റേജ് നടക്കാനായിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേജിന് പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടെലഗ്രാം ചാനലിലൂടെ, നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനലിലൂടെ ഫ്രീ മെറ്റീരിയൽസ് ആയിട്ട് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ തരുന്നുണ്ട്. ഫ്രീ മെറ്റീരിയൽ ആയിട്ട് കറണ്ട് അഫയേഴ്സ് തരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഏതാണ്ട് 8ഓളം ടോപ്പിക്കുകൾ PDF രൂപേണ തന്നിട്ടുണ്ട് ഫ്രീ ആയിട്ട്. ഇതിൽ നിന്ന് 3ഉം 4ഉം സ്റ്റേജിൽ ഒരുപാട് ചോദ്യങ്ങൾ എന്ത് ചെയ്തു, ചോദിച്ചു. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന സ്റ്റേജിലും ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെയും സൂപ്പർ നോട്ട്സിൻ്റെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ സൂപ്പർ നോട്ട്സ് എന്ന ടെലഗ്രാമിൽ ടൈപ്പ് ചെയ്യുക. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കാണും, അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പിൻഡ് കമൻറ്റിൽ പോവുക. പിൻഡ് കമൻറ്റിൽ പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസത്തെയും ഡേ ബൈ ഡേ ആയിട്ട് അവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഓരോന്ന് ഡൗൺലോഡ് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അതിലെ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. കറണ്ട് അഫയേഴ്സ് ഏതാണ്ട് 20ഓളം മാർക്കുണ്ട്. ഒരു മാർക്ക് പോലും അതിൽ നിന്ന് പുറത്തു പോകാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ക്ലാസ്സിൽ കാണാം. ആവശ്യമുള്ളവർ ബാച്ചിൽ ജോയിൻ ചെയ്തോ. 8281223366. ദെൻ ഫ്രീ മെറ്റീരിയൽ വേണമെങ്കിൽ ടെലഗ്രാമിലോട്ട് പൊക്കോടാം. ക്ലാസ്സിൽ കാണാം. താങ്ക് യു.